നമസ്കാരം. മഹാരാജാവല്ല, ദാസനാണ്. ഞാനല്ല, കേട്ടു. ഞാൻ മഹാരാജാവൊന്നുമല്ല, ഞാൻ ജനങ്ങളുടെ ദാസനാണ്. കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും തട്ടിപ്പുകാരുടെയും ദാസൻ. കരവന്നൂർ ബാങ്കിൽ നിന്ന് കൊള്ളയടിച്ച കള്ളന്മാരുടെ ദാസൻ. ജനങ്ങളുടെ കൂടെയാണ്, ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും. ഇതൊന്ന് കണ്ടുപോക്ക്. എല്ലാ കാലത്തും ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങളുടെ കൂടെയാണ് വന്നിട്ടുള്ളത്. ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും, ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ കൂടെയാണ്, ജനങ്ങളുടെ ദാസനാണ്. സത്യമാണ്, ജനങ്ങളുടെ കൂടെയാണ്, ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ കൂടെയാണ്. ജനങ്ങളുടെ പണം കൊള്ളയടിച്ചിരിക്കും, അത് ഉറപ്പാ. ജനങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടും ചെയ്തു തരും. പാവപ്പെട്ട ജനങ്ങളെ ക്രൂരമായി മർദ്ദിക്കുകയും അപമാനിക്കുകയും നശിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ദാസനാണ് ഞങ്ങൾ. പുള്ളി യഥാർത്ഥത്തിൽ നമുക്ക് വിളിക്കട്ടെ എന്ന് പറഞ്ഞാൽ ദാസനെന്നും മഹാരാജാവൊന്നും അല്ല, വേറെയൊക്കെ വിളിക്കേണ്ട, അതൊന്നും നമുക്കിപ്പം പറയാൻ പറ്റത്തില്ല. തെറ്റും ചെയ്യാത്ത നമ്മുടെ ഉമ്മൻചാണ്ടിയെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അപമാനിച്ച വ്യക്തിയാണ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഒരുപാട് നേതാക്കൾ. നല്ല രീതിയിൽ അപമാനിച്ചാണ്. ലാസ്റ്റായപ്പോൾ അപമാനിച്ച് ചെയ്യാത്ത തെറ്റുകൾ മണ്ടയിൽ വെച്ച് കൊടുത്ത് നല്ല രീതിയിൽ അനുഭവിച്ചതാണ്. ഇത് ചെയ്ത തെറ്റ് മണ്ടയിൽ വെച്ച് കൊടുത്തിട്ടും അംഗീകരിക്കുന്നില്ല. ചെയ്യാത്ത തെറ്റ് മണ്ടയിൽ വെച്ച് കൊടുത്തതാണ് ഉമ്മൻചാണ്ടിയുടെ. ഒരുപാട് അനുഭവിച്ചാണ്, മരിക്കുന്നവരെ അനുഭവിച്ചാണ്. അതുകൊണ്ട് നിങ്ങൾ പിണറായി വിജയൻ എന്നുള്ള വ്യക്തി സ്വന്തം പാർട്ടി പോലും നിങ്ങൾക്കെതിരെ ഇപ്പം തിരിഞ്ഞിരിക്കുകയാണ്. സ്വന്തം പാർട്ടി പോലും തിരിഞ്ഞിരിക്കുകയാണ്. അപ്പം അനുഭവിക്കണം. അതിനപ്പുറം ചെയ്യാത്ത തെറ്റിന് ഉമ്മൻചാണ്ടി അനുഭവിച്ചതിനപ്പുറം ചെയ്ത തെറ്റിന് നിങ്ങൾ നല്ല രീതിയിൽ അനുഭവിക്കും, അത് ഉറപ്പാണ്. അത് ജനങ്ങളുടെ പ്രാക്കാണ്. ഉമ്മൻചാണ്ടിക്ക് കൊടുത്തത് നിങ്ങൾ കൊണ്ട് തലയിൽ വെച്ച് കൊടുത്തതാണ് ചെയ്യാത്ത തെറ്റ്. പക്ഷെ നിങ്ങൾ ചെയ്ത തെറ്റ് ജനങ്ങളുടെ പാവപ്പെട്ടവരുടെ പ്രാക്ക് നിങ്ങൾ നല്ല കണക്ക് അനുഭവിക്കും. ഇപ്പം തന്നെ സ്വന്തം പാർട്ടി പോലും എതിർത്തു തുടങ്ങി. ഇനി അങ്ങോട്ട് എതിർപ്പായിരിക്കും. ജനങ്ങൾ എന്നേ എതിർത്ത് മടുത്തു തുടങ്ങിയതാണ്. സായി വരുവല്ലി, ഇനി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. ദാസൻ